ഹലോ. ഇപ്പം നമ്മളിപ്പോൾ ജർമ്മനിയിലെ ബ്രൗൺഷീ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വോക്സ്വാഗൻ്റെ ഒരു വെയർ ഹൗസിലാണ് ഉള്ളത് ഇവിടെ. അപ്പം ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ID കാർഡൊക്കെ വെച്ചിട്ട് സെക്യൂരിറ്റി അടുക്കെ പോയി രജിസ്റ്റർ ചെയ്തൊരു പാസ് മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന അവിടെ വരുമ്പോഴേക്കും അവർ നമുക്കൊരു ഇത് തരും. അതായത് നമ്മുടെ ഫോൺ പോലത്തെ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു ഇതാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് തന്നത്. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ റിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ സെക്കൻഡ് കൗണ്ടറിലേക്ക് പോകണം ഇതുമായിട്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് എവിടെ പോയാലും ഓർഡർ ആക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊരു മാപ്പായിട്ട് തരും. കാണിച്ചില്ല ഇപ്പം ഇതിനകത്ത് ഈ സൗണ്ട് കേട്ട് ഇങ്ങനെ ഇതുണ്ട് പിക്കപ്പ് ദ ഷിപ്പിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിട്ട് അടുത്ത കൗണ്ടറിൽ ഈ സാധനം തിരിച്ചു കൊടുക്കുമ്പം നമ്മൾ കുറച്ച് മുമ്പേ അവിടെ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ അവർ നമുക്ക് തിരിച്ചു തരും. നമ്മൾ ഈ സാധനകത്ത് തിരിച്ചു കൊണ്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും അവർ നമുക്ക് പിന്നെ നമ്മുടെ പേപ്പറൊക്കെ തിരിച്ചും തരും. കൂടാതെ എവിടെ കൊണ്ട് അൺലോഡ് ചെയ്യണമെന്ന് കാണിക്കും. പിന്നെ നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന മെഷീൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇപ്പം ഈ ഡ്രൈവ് ടു H22 പാർക്ക് എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഇനി കൊണ്ടുപോയി സാധനം കൊടുക്കേണ്ടത്. ഈ ഒരു പോസ്റ്റുണ്ട്, അവർ നമുക്ക് ലോഡ് ഇറക്കണമെന്ന് പറഞ്ഞ് തന്ന ലൊക്കേഷൻ ആ നിന്ന സ്ഥലത്ത് നിന്ന് 11 കിലോമീറ്റർ അപ്പുറം പോർഷെ ഒരു പ്ലാന്റിലാണ് തന്നിരിക്കുന്നത്. അപ്പം ഇനി അവിടെ പോയിട്ട് ഇതിനി ഇറക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ 11 കിലോമീറ്റർ ഓടി ചെല്ലാൻ ഇപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ സാധനം കൊടുക്കാനായിട്ട് ആ വെയർ ഹൗസിൻ്റെ അകത്ത് വന്നാൽ കേട്ടോ. ഇതാണ് വെയർ ഹൗസ്. ഇതിനകത്ത് ഇതാ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ഇത് അങ്ങ് കിടക്കും, ഇവിടുന്ന് നടന്നാൽ തീരാത്തത്ര ദൂരത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട് ഇത് അങ്ങോട്ട്. ഇവിടെയാണ് വണ്ടി ഇടാൻ പറഞ്ഞ് ഇവിടെ ഇട്ട് കഴിയുമ്പോഴേക്കും അവർ വന്ന് സാധനം ഇറക്കും. ഇതാ നമ്മൾ അവിടെ പോയി ലോഡ് ഇറക്കി തിരിച്ച് നമ്മൾ എവിടുന്ന് പോയോ അവിടെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ മെഷീനൊക്കെ ഒരു തന്നിട്ടേക്കും. അപ്പോൾ ആ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ അവർ ലോഡ് ഇറക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പിന്നെയും തിരിച്ച് വന്ന് സാധനം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാം.